ഇതിനു വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ഐ ലവ് യു. അക്സെപ്റ്റ് ചെയ്ത അവണി നിജമാ സൊല്ല് ഞാൻ അവൻകിட்ட ചോദിക്കത്തില്ല. ബാബു എന്നെ പറ്റി എന്താണ് പറഞ്ഞത്? അത് വേണം. എനിക്കത് തെരിയണം. ഒരു ഇഷ്യൂവും ആവാതെ അത് ഏൻ ഗ്യാരണ്ടി. ഇതുക്ക് മുന്നാടിയും അവൻ പലവട്ടം ഇന്ത മാതിരി മൂഞ്ചിയ പരിപാടികൾ എൻകിட்ட പണിട്ടെ, എന്നിട്ടും അവൻ ഗ്യാങ്ങിൽ ഇருக்கு. அப்போ இது வந்து ஒரு பிரச்சனையும் ஆகாது. ஆஸ் a டாக்டர் எனக்கு வந்து என்னோட பேஷண்ட்ஸோட பர்சனல் இன்ஃபர்மேஷன் எதுவுமே யார்கிட்டயுமே சொல்லக்கூடாது. അയ്യോ ഏൻ പേഴ്സണൽ മാറ്റർ അല്ല, എൻ പേഴ്സണൽ സ്വഭാവം എൻ പേഴ്സണൽ കാര്യങ്ങൾ ഊങ്കിട്ട് അവ ഷെയർ പണിട്ടെ. ആന എനിക്ക് അത് തിരിച്ച് അറിയാനുള്ള റൈറ്റ് ഇല്ലയാ? ஆனா ஓகே, அது உங்களோட இஷ்யூ. நான் சொல்றேன் அவங்க வந்து நான் அவங்க கிட்ட பேசும்போது ഒരു മിനിറ്റ് ആവണി, ഒരു മിനിറ്റ്. ഞാൻ ഒരു കാർ എടുക്കാം. ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. എന്റെ കൂടെ ഒന്ന് വരുമോ ഒരു 10 മിനിറ്റ്? ഓക്കെ വാ വാ ആവണി. ഇനി സൊല്ലേ എന്നെ പറ്റി എന്തൊക്കെയാണ് അവ ഓങ്കിട്ടെ സൊല്ലിയത്? ஓகே, பிரச்சனை என்னன்னா ஆக்சுவலி அவங்க வந்து தெராப்பிக்கு வந்திருந்தாரு. அப்போ அவருக்கு ரொம்ப பிரச்சனை என்னன்னு அவன் എന്ത് തെറാപ്പിക്കാ വന്നത്? அவங்களுக்கு ஏதோ டிப்ரഷൻ പോലെ. ഓ അത് ശരിയായിരിക്കും. കുറെ നാള് ഭാര്യ മക്കളെയും വിളിക്കാതൊക്കെ ഇരിക്കുമ്പോഴേ അവര് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ ഡിപ്രഷൻ വരും. അതായിരിക്കും. அப்போ அவரு வந்து he was like எனக்கு வந்து ஒரு முதலாளி இருக்காரு, அவர் என்ன வச்சு நிறைய வேலை இது பண்றாங்க, அதனால எனக்கு என்ன பண்ணும் எப்படி எது தெரியலன்னு சொல்லி ரொம்ப அவங்க டிப்ரஷன்ல இருந்தாங்க. ஆக்சுவலி டிப்ரஷன் வந்து ஹேசல் விஷயமா? അല്ല അവനെ വെച്ച് നിറയെ വേല പണ്ണുവന്നല്ലേ? ഞാൻ ഒരു കാര്യം പറയാം കുട്ടി. ഒരു നിമിഷം ഫ്ലൈറ്റ് മോഡിൽ പോട്. അതാ എനക്കും വേണം. ഞാനും ഫ്ലൈറ്റ് മോഡിലിടാം. ഇത്രയും കോള് വിളിക്കുന്ന ആര്? ബാബു ആണ് വിളിക്കുന്നേ? இல்ல சூர்யா கால் பண்றான். எல்லாரும் இருக்காங்க. அண்ணா சுகவல்ல நாட்டில வந்தோம். சைரக்ஸ் நாட்டி வந்தடா. ஓகே. அப்போ after that he was like நான் கேட்டேன், நான் வந்து உங்க முதலாளியை பத்தி நிறைய இப்படி கேட்டிருக்கேன். അല്ല ഞാൻ പറഞ്ഞതിനുള്ള റിപ്ലൈ കേക്ക്. അവനെ വെച്ച് നിറയെ വേല ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, വെടി വെക്കാൻ അറിയത്തില്ല. ഒരു ദിവസം വാറിൽ കൊണ്ടുപോയി അവനെ. ഇത് കേൾക്കണം അവണി. ഒരു ദിവസം അവനെ വാറിന് ലൈനപ്പിലിട്ട് ഫ്രണ്ടിൽ ഒരു എനിമി വന്നപ്പം അവൻ വെടി വെച്ചത് കുരിശു പോലെയാണ് റീകോയിൽ മറ്റേ ഭിത്തിയിൽ കണ്ടത്. അന്നെടുത്ത് മാറ്റിയതാണ് ഞാൻ ലൈനപ്പിൽ നിന്ന്. വെടി വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഗ്യാങ് വാറിന് എടുക്കാൻ പറ്റത്തില്ല. ഗ്രൈൻഡ് ചെയ്യത്തില്ല. ഗ്രൈൻഡ് ചെയ്യാനിരുന്ന അപ്പം തൂറ്റൽ വരും അവന് അപ്പം പോണം. രണ്ടാമത് അപ്പം ഗ്രൈൻഡിങ് ഇല്ല. കോൺസ്റ്റിപ്പേഷൻ. രണ്ടാമത് പിന്നെ ഗ്യാങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വായ്ത്താളം ഉണ്ടല്ലോ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തോക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു എനിമിയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ ഇപ്പം ശത്രുക്കളായിട്ടുള്ള, അതായത് എനിമി ഗ്യാങ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കോമഡി അടിക്കും, ഭയങ്കര മെസ്സായിട്ടുള്ള ഡയലോഗ്സ് അടിക്കും. ഡയലോഗ് അവനെയും കൊണ്ട് ടി വിയിലുണ്ടായ ഒരു ഉപകാരം അത് മാത്രമാണ്. മനസ്സിലായോ? അതാണ് അവൻ പറയുന്ന പണി. அவங்க எங்கிட்ட ஆக்சுவலி சொன்னா நிறைய வேலை பண்றாரு, நிறைய தம்பிமார் எல்லாம் பாத்துக்கணும், நீங்க இல்லையானா அவங்களும் சரக்கண்ணாந்தான் இதெல்லாம் பாத்துறாங்கன்னு சொல்லி. ഇത്രയും വിഷമം അവനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ കുട്ടി. അവൻ ഭാര്യ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല ഇവിടെ ജോലി. ഒന്ന് ആലോചിച്ച് നോക്കിയേ അവണി. ഇത്രയൊക്കെ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ 4 വർഷം 4 years എന്തിനിവിടെ നിന്നു? അവന് വേറെ എവളോ ഗ്യാങ്ങുകൾ ഇരിക്കെ ഇന്ത സിറ്റിയിൽ. അവൻ അങ്ങോട്ട് പൊക്കൂടായിരുന്നു? എന്തിന് ഇവിടെ തന്നെ? ഓ അവന് പേസാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 35-40 മെമ്പേഴ്സ് ഇൻ TV. എല്ലാവരും റേഡിയോയിൽ ഇருக்கு. ഇപ്പൊ റേഡിയോ കണക്ട് പണ്ണി 6 പേര് റേഡിയോയിൽ ഇருக்கு. അവർക്ക് പേസാലോ. അവന് പെമ്പിള്ളാരോട് പേശിയാൽ മാത്രമേ സമാധാനം വരുള്ളൂ.
அல்ல அவரு சொன்னது வேற யாருக்கிட்ட லைக் வேற யாரும் பொம்பளை ஃப்ரெண்ட்ஸ் இல்ல, அதனால ஆவணி கிட்டதான் എല്ലാം ആവണി ലോകത്തുള്ള എല്ലാ കോഴികളുടെയും ഒറ്റ ഡയലോഗ് ഇതാണ്, എനിക്ക് യാർ കിട്ടും പേസ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് 5 പേർക്ക് അനുപ്പും, അതിൽ ആദ്യം റിപ്ലൈ ചെയ്യുന്നവരെ മൂഞ്ചിക്കും. ഇതാണ് പരിപാടി, മനസ്സിലായ? ഇത് സ്ഥിരം വേലയാണ് ഇവന്റെയൊക്കെ. ஓகே உங்களோட விஷயத்துல வரேன். உங்க விஷயம் என்னன்னா விஷயத்துல வா I asked him like வாசு அண்ணான்னு சொல்லி நான் நிறைய கேட்டிருக்கேன். டோம் வாசு அண்ணா அப்படி இப்படின்னா நிறைய சொல்லுவான் டோம். அப்ப நான் அது வந்து ஒரு பெரிய ஆளு, அவர்கிட்ட பேசலாம் கூடாது. அவரு வந்து அவங்களுக்கு பொம்பளைனா பிடிக்கவே பிடிக்காது. அவங்க வந்து பொம்பளை வந்து சுட்டு கொண்டுருவாங்கன்னு சொல்லி, அவங்களுக்கு நிறைய கேர்ள் ஃப்ரெண்ட் இருந்தது, எல்லாரையும் சுட்டு கொண்டு அப்படி. he was literally like you are a person who hates girls, who kills girls சொல்லி. That's why I was very scared to talk to you. ഇത്രയും നാളെ നോക്കി വളർത്തിയവനൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു ബാക്കിയുള്ളവരോട്. സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. പോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ പെണ്ണുങ്ങളില്ല, അത് ശരിയാണ്. എന്ന് കരുതി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഓഫണാണ്, ഒരു അമ്മയുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പെൺപിള്ളാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കുട്ടി. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, കുറേ പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബേബി ചിലപ്പം ബാബുവിന് അങ്ങനെ ഒരു പേടി ഉണ്ടാവും. ഇപ്പം അവനേക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആവണിയെ കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ബാബുവിനുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരിക്കലും എന്നെ കാണാനും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനും ഇടയുണ്ടാവരുത് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചതിൻ്റെ മെയിൻ കാരണം പോലും അതാണ്. இல்ல மேபி அது வந்து உங்களால இருக்கிற அந்த அட்மிரேஷன் இருக்கு, அண்ணா இப்படி பண்றாரு அப்போ எனக்கும் அப்படிதான் வேணும்னால ஒரு அட்மிரேஷனா இருக்கலாம். அண்ணா அப்படி பண்ணா அப்படி பண்ணாது. அவன் ഓൾറെഡി ഭാര്യ ഇருக்கு, അവൻ ഓൾറെഡി ഭാര്യ ഒരു കൊച്ചു ഇருக்கு. അപ്പോൾ ഓൾറെഡി അവൻ പണ്ണിന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒഫൻസീവ്, ഓൾറെഡി അവൻ എല്ലാം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് അവൻ പറയണത്. பாபு சொன்னது பாபு சிங்கிள், ஹேசல் அண்ட் ஆர்யா இல்லாம அவங்க லைஃப்ல வேற யாருமே இல்ல. ഇപ്പൊ ലൈഫിൽ ആരും ഇപ്പൊ ഉണ്ടാവില്ല, അവരൊക്കെ അങ്ങ് ബംഗാളിലല്ലേ. ഇവിടെ അവർ ആരുണ്ടാവാനാ? എനിക്ക് കുട്ടി ഇങ്ങനെ എനിക്കിത് പറഞ്ഞു നമ്മളിത് അങ്ങോട്ട് കുറ്റം പറയണത് പോലെ ആയിപ്പോ. അവൻ പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവൻ കള്ളനവൻ, അവൻ പഠിച്ച കള്ളൻ, കള്ളൻ. അവനെ കണ്ണടച്ചാൽ പോലും കണ്ണ് തുറന്നു പോലും വിശ്വസിക്കരുത്, അതുപോലത്തെ കള്ളൻ. അവന്റെ പേര് കള്ളൻ നമ്പൂതിരി ഇടണം. അവന്റെ ബാബു എന്നുള്ള പേര് മാറ്റിട്ട് അവനെ കള്ളൻ നമ്പൂതിരി ഇടണം. അങ്ങനെ പേര് കൊടുക്കേണ്ട ഒരുത്തനാണ് അവൻ, കള്ളൻ. മിഥുൻ ബ്രോ താങ്ക് യു സോ മച്ച് 8017. ചന്ദ്രൻ ചൊല്ലിയില്ലേ, അത് അന്ത അഭിപ്രായം എന്താ ഈ എൻ്റെ സിറ്റിയിൽ അവനക്ക്? അത് ഒരാളുടെ അല്ല, എല്ലാവരുടെയും അഭിപ്രായം അതുതാ. ഇപ്പം ഞാൻ എക്സാമ്പിൾ, ആവടി പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ബാബുവിനെ പരിചയമുള്ള, ബാബുവായിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് ബ്രോ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മാറ്റി എവിടെയെങ്കിലും ആരും കേൾക്കാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ബാബുവിനെ പറ്റി അഭിപ്രായം ചോദിച്ചു നോക്ക്. ഒരാള് നല്ലത് പറയൂലോ, ഒരാള്. അവനും കള്ളനാണ്, അവന്റെ അച്ഛനും കള്ളനാണ്. അവന്റെ ബംഗാളിൽ നിന്ന് അവന്റെ അച്ഛൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, മോന് ലൈഫ് ടൈമിൽ കൂടെ നിൽക്കുന്ന ഒരുത്തനായിരിക്കും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ തുടങ്ങിയതാണ് അവന്റെ അച്ഛൻ കള്ളം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനും കള്ളനാണ്, അവന്റെ അച്ഛനും കള്ളനാണ്. അവന്റെ അച്ഛനും കള്ളനാ. പുള്ളി എന്നെ ഒരു വട്ടം ഫോൺ വിളിച്ച് ചാവുന്നതിന് മുമ്പ്. എല്ലാരും കള്ളന്മാരെ, ഇവരെ കള്ളം ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് അവൻ. Anna, maybe you should talk to Babu. I think he's having a lot of issues. அவங்க வந்து ഒന്ന് വണ്ടി കയറോ. Within you bro, thank you so much for the 8036. Old Vasu is back. சரியாவும் என்னோட மனசு சொல்லுதானா.
എന്നാ കേട്ടില്ല കേട്ടില്ല. இல்ல நீங்க பேசினா ആ அவங்க சரியாயிடுவாங்கன்னு சொல்லி என்னோட மனசு சொல்லுது. പേസിന അവൻ ശരിയായിടുവെങ്കിൽ 4 വർഷം മുമ്പേ അവൻ ശരിയായിടുമായിരുന്നു. എവളോ വാട്ടി പേസിർക്കെ, എവളോ ടൈം മുടിച്ചിർക്കെ. ആന ഞാൻ സിറ്റിയിലില്ലെങ്കിൽ എന്നെ പറ്റി ഇതുപോലെ എല്ലാവരിടത്തും മൂഞ്ചിത്തരം പറഞ്ഞങ്ങ് തുടങ്ങും. ഞാൻ തിരിച്ചു വരുമ്പോഴായിരിക്കും ഇതെല്ലാം അറിയുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാവരും എന്നെ പീഡന വീരനായിട്ടും കൊലപാതകയായിട്ടും ഒക്കെയാണ് എന്നെ കാണുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ ആവണി? ആവണി തന്നെ പറ, ഞാനിത് എങ്ങനെ സഹിക്കും? എല്ലാ നമ്മളെ മൂഞ്ചിക്കാൻ സഹിക്കും എൻ്റെ ആവണി? ആവണി തന്നെ പറ, ഞാനിത് എങ്ങനെ സഹിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ല. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ മൂഞ്ചിക്കുക എന്ന് പറയുമ്പം ആവണി തന്നെ അത് പറ, ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ ആവണി? அது சரிதான், இருந்தாலும் எப்படி லைக் குட்டியா பயம் தான் இருந்தது. ஆனா அப்படி நான் வந்து யாருமே ஜட்ஜ் பண்ண மாட்டேன். டாக்டர் இருந்தனால எல்லாரும் நிறைய விஷயமா சொல்லுவாங்க அந்த பக்கம் இந்த பக்கம் எல்லாம். ഞാൻ ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടേടാ, ഞാൻ ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. അവங்களோட ഇഷ്യൂസ് ആയിരിക്കുമേ. ഒരു മിനിറ്റ് ഇവന്റെ ചാവ എന്നൊരു ചാവടിയന്ത്രോ. அண்ணா ஹலோ. ആ ആവണി இருக்கீங்களா? இருக்கீங்களா சொல்லு. இல்ல யாருமே பெர்ஃபெக்ட் கிடையாது இல்லையா? இப்போ உங்களுக்கு கூட நிறைய இஷ்யூஸ் இருக்கலாம். நீங்க வந்து കംഫർട്ടബിൾ ആയിരിക്കണം. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആവണി, ഇപ്പൊ ആവണി ഇത്ര ടൈം എൻ കൂടെ സ്പെൻഡ് പണിട്ടെ ആവണിക്ക് ഫീൽ പണിയാച്ചാ ഞാനൊരു മൊറട്ട് അല്ലെങ്കിൽ ഞാനൊരു കൊലകാരൻ അന്ത മാതിരി ആവണിക്ക് ഫീൽ പണിയാച്ചാ? അപ്പൊ എന്നെ പറ്റി இந்த നാട്ടില് എല്ലാരോടും இந்த மாதிரி പേസിട്ട് ഇരിക്കണ ഒരുത്തനോട് ഞാൻ എന്നെ പറയണം, ഞാൻ എന്നെ சொல்லணும்னு ആവണി തന്നെ പറയണ്ട ആവണി. அதான் சொன்னேன், அவங்களுக்கு வந்து உள்ளுக்குள்ள ஏதாவது இஷ்யூ மாதிரியோ ஏதாவது மென்டலி அவங்க ரொம்ப அன்ஸ்டேபிளா இருக்காங்க. மென்டலி അൺസ്റ്റേബിൾ. അവന് പ്രാന്തുണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയാതെ, അതെനിക്കറിയാം. അവൻ ഗുളികയും കഴിക്കത്തില്ല, അതാണ് അവന്റെ മെയിൻ പ്രശ്നം. അവന് പ്രാന്തുണ്ട്, അത് പണ്ടേ ഉണ്ട്, അതെനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അവൻ കള്ളനുമാണ്, അവൻ പ്രാന്തനുമാണ്. അവന് പ്രാന്തുണ്ട്. நான் என்ன சொல்றேன்னா அவருக்கு வந்து உங்கள நீங்க லைக் ஐ டோன்ட் நோ நீங்க எப்படின்னு எனக்கு தெரியாது. பட் வாட் ஐ கேன் அண்டர்ஸ்டாண்ட் இஸ் அவர் வந்து ரொம்ப இந்த மாதிரி நீங்க இந்த மாதிரி பண்ணறது போல பார்த்து he also maybe wants to do it மாதிரி. എന്റെ പൊന്നാവണി, ഞാൻ പറയുന്ന കേക്ക്. അവൻ നിന്നെ എന്നോട് സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ കൺസിഡറേഷൻ ഒക്കെ കൊടുക്കാൻ തോന്നുന്നത്. കൺസിഡറേഷൻ കൊടുക്കും തോറും അവൻ ഇങ്ങനെ മറ്റേ വീർത്ത് വരും. മനസ്സിലായോ? വീർത്ത് വരും. അന്തമാതിരി ഒരുത്തനാണ് അവൻ. കൺസിഡറേ പണ്ണക്കൂടാതെ. അപ്പോൾ താനെ അവൻ്റെ വിഷം ഇറങ്ങും. അവൻ വന്ന് മറ്റേ പാമ്പ് தெரியுமா? പാമ്പ് അത് മാതിരി പെരിയ കൂടിയ വിഷം ഡെയിലി അതിങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. കള്ളൻ. இல்ல நான் வந்து அவரை ஒரு பேஷண்டாவும் ஃப்ரெண்டா மட்டும் தான் பாக்குறது. அவர் என்ன சொன்னாலும் അത് താ ഞാൻ ഊങ്കിട്ടെ சொல்ல വന്നേ. അവനെ ഒരു പേഷ്യന്റ് ആയി താ കാണണം, മെന്റൽ പേഷ്യന്റ്. അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം. ഹീ ഈസ് എ മെന്റൽ പേഷ്യന്റ്. അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വല്ല പൂവോ കായോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല താറ്റണം. ഓൾറെഡി പറയണം ഉനക്ക് പുരുഷൻ ഇർക്ക് എന്നങ്ങ് ചൊല്ലിയാൽ തീരാവുന്ന പ്രശ്നം. പൊണ്ടാട്ടി അല്ല, ഉനക്ക്. അയ്യോ, ഒരു സെക്കൻഡിലേക്ക് ഞാൻ ഉണ്ടല്ലോ, ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു കുട്ടി. ഞാൻ നിനക്ക് പൊണ്ടാട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ
ജീവൻ അല്ല തിരിച്ചിട്ട് அவருக்கு பொண்டாட்டி இருக்குன்னு தானே சொல்றது. ഞാൻ எனக்கு പറഞ്ഞത് புரியல. ഉനക്ക് അല്ല ഉനക്ക് പുരുഷൻ ഇറുക്കെന്ന് ചൊല്ലണം. ஓ, எனக்கு புருஷனா? எனக்கு புருஷன் இல்லையே. ഞാൻ വേണേ പുരുഷനാവാം. അത് எப்படி சொல்றது? അതിപ്പോ 6 പേര് വേണേ പറയാലോ. 6 പേര് വേണേ പറയാം ആവണിക്ക്. ഇനിയിപ്പോ പേരൊന്നും കിട്ടിയില്ലെങ്കിൽ പരുന്തുവാസം എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. அண்ணா அது வேணாம் அண்ணா. உங்களுக்கு ஆல்ரெடி ஹெய்லி மேடம் இருக்காங்க. நான் கூட அதுல தலை போட்டா ഹെയ്ലി മാഡോ? அவ்வளவுதான். ഹെയ്ലി മാഡം എൻ ലവർ അല്ല ആവണി. ഹെയ്ലി മാഡം വന്ന് ஹெய்லி மேடம் என்கிட்ட அப்படி சொல்லு. ഒരു മിനിറ്റ്. ആ ഹെയ്ലി മാഡം, ഹെയ്ലി മാഡം വന്ന് എൻ്റെ കേസ് അന്വേഷിച്ച മാഡം, അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ മാഡത്തിനോട് പരിചയമില്ല. ഹെയ്ലി മാഡത്തിനോട് താല്പര്യമുള്ളത് എൻ്റെ അനിയനാണ് വേലായുധൻ. ஓ, ஓகே 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 ஓகே. இல்ல என்ன ஹெய்லி மேம் என்கிட்ட அன்னைக்கு நாங்க வந்து இந்த மாதிரி ட்ரிப் போயிட்டு இருக்கும்போது அங்க சொன்னாங்க, இந்த மாதிரி எனக்கு குட்டி கிரஷ் இருக்கு, ஆனா என்ன பண்ணுன்னு தெரியாது, லைக் அந்த மாதிரி. ഹെയ്ലി മാഡത്തിന് ക്രഷ് இருந்தாലും എനിക്ക് ക്രഷ് വരണമല്ലോ. கரெக்ட். அதுவும் கரெக்ட். ഇതാരാണ്? അത് ആരാണത്? தெரியாதே. വാ 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 ആവണി. இதுதான். இது வந்து என்ன சொல்றது, മലയാളത്തില് சொல்லுவாയില്ലേ ക്രിമികടിന്ന്. ആ കൃമികടി, അതിന്റെ കുറവുണ്ട് അവന്. അടുത്ത വാട്ടി വരുമ്പോ കൃമികടി, പ്രാന്ത് മുതലായ എല്ലാ അസുഖങ്ങൾക്കൂടുള്ള മരുന്ന് ഒരുമിച്ച് എഴുതി കൊടുക്കണം കേട്ടാ. അവന് തെറാപ്പി അല്ല വേണ്ടുന്നത്, അവന് നല്ല തെറിയാ വേണ്ടുന്നത്. തെറി. അവന് തെറാപ്പി എന്ന് പറഞ്ഞ അങ്ങോട്ട് വന്നാൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കും, നല്ല തെറി ഞാൻ കൊടുക്കും. അന്നേരം അവൻ നന്നാവും. இல்ல அண்ணா, நான் என்ன சொல்றேன்னா, நீங்க வந்து ഒരു വാട്ടി ബാബു കിட்ட പേசி பாருங்க. அப்ப எல்லாம் അല്ല ബാബു കിட்ட ഞാൻ എന്നെ പേசி പാറണം. லைக் அவருக்கு என்ன இஷ்யூ, லைக் ரொம்ப மென்டலி ரொம்ப டவுனா இருக்காங்க, ஒரு ஹாப்பினஸ் இல்ல போல. ആവണിക്കിട്ട വെറുമ്പോത് അവൻ ഹാപ്പിനെസ് ഇല്ലാതെ അഭിനയിക്കും. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഹാപ്പിനെസ്സിന് ഒരു കുറവുമില്ല, ഒരു പ്രശ്നവും ഇല്ല അവന്. ഞാൻ പറഞ്ഞില്ലേ അവൻ കള്ളനാണ്. ഇപ്പം ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹായ് ആവണി, இந்த மாதிரி മൂഡിലിരിക്കുന്ന ബാബു പെട്ടെന്ന് ഇപ്പൊ ആവണിയെ കാണാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് മൂഡ് ഔട്ട് ആയതുപോലെ ഇങ്ങനെ അഭിനയിക്കും. ഹായ് ആവണി. എന്നിട്ട് ആവണി അന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് പയ്യെ കൊണ്ടുവരുന്നത് വരെ അവൻ ഇങ്ങനെ അഭിനയിച്ചോണ്ടേ ഇരിക്കും. മനസ്സിലായോ? കള്ളനവൻ. അവൻ പേരും കള്ളനാ. അവൻ്റെ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ കേട്ടോ. അവൻ്റെ പെണ്ണുമ്പിള വിളിച്ച് എന്നോട് സങ്കടം പറയുന്നത് കേൾക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഒരു ദിവസം പുള്ളിക്കാരിയാണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കേട്ടാ, ഞാൻ ഇവന് ശമ്പളം കൊടുത്തു 3 മാസമായിട്ട്. ഞാൻ ഡയറക്റ്റ് ഇവൻ്റെ കയ്യിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആ പൈസയും കൊണ്ടുവന്ന് സിറ്റിയിൽ വേറൊരു പെണ്ണിന്, ഇതിന് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നു ആര്യ എന്ന് പറഞ്ഞിട്ട്, ആ പെണ്ണിന് കാർ മേടിക്കാൻ വേണ്ടി ആ പൈസയും കൊണ്ട് ആ കൊച്ചിന് കാർ മേടിക്കാൻ പോയി. ലാസ്റ്റ് 3 മാസമായിട്ട് ശമ്പളം വരാതെ ഇവൻ്റെ പെണ്ണുമ്പിള്ള എൻ്റെ ഫോണിൽ വിളിച്ച്. അന്ന് തൊട്ടാണ് ഇവന്റെ. ഞാൻ ആരെ പണിയിട്ട് പോച്ച്? இல்ல അങ്ങനെയല്ല, எப்படி சொல்றது, ஆரியாட்ட நீங்க ஏதோ ஏன்னா இதுதான் நம்ம கேங் தான் முக்கியம் அப்படி இப்படின்னு சொல்லி அவங்க ஏதோ போயிட்டாங்க. மறுபடியும் பாபுக்கு அவங்களோட ஃபேமிலி தான் முக்கியம்னு சொல்லி ஆரியாவ ഇത് பண்ணிட்டாங்கன்னு. അതും എന്റെ തലയിൽ. ഇവൻ ഓരോ പെണ്ണുങ്ങളുടെ അടുത്ത് പോകും, എന്നിട്ട് ഇങ്ങനെ അതും ഇതും പറയും. ഞാൻ സിറ്റി പോലും ഇല്ലാതെ ഞാൻ തിരിച്ചു വരുമ്പോ ഇവളുമാരെ എല്ലാം വായിരിക്കണമെന്ന് ഞാൻ കേൾക്കും. ഇവൻ കള്ളൻ എന്ന് പറഞ്ഞാൽ ഇവൻ കള്ളനാ. ഇവൻ പേരും കള്ളനാ. എനിക്ക് അതിലൊന്നും യാതൊരു ബന്ധവേ ഇല്ല. എന്റെ ആവണി, ഞാൻ എങ്ങനെ ആവണി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ആവണി? இல்ல எனக்கு புரியுது. எனக்கு எல்லாரோடமே நான் வந்து ஸ்டீவ் சொல்றது கேட்டாச்சு, சந்திரன் சொல்றது கேட்டாச்சு, சரக்கண்ணன் சொல்றது கேட்டாச்சு, இப்ப நீங்க சொல்றது கேட்டாச்சு, அப்புறம் யாரு ஸ்னைப். அவன் பெரிய கள்ளன். நான் வந்து ஆல்மோஸ்ட் எல்லாத்தையுமே பேசி முடிச்சாச்சு. அப்படி
அவங்க எல்லாரும் இதான் சொல்றாங்க. பாபு வந்து அவங்க ஹேலின்னு சொல்றவங்க பாபு தான் கொன்னான்னு சொல்லி. Avani, if you don't mind, you have food. I have food in food. Give. I don't have food. Super. ഒന്നുമില്ല കയ്യിൽ, ഒരു പായസം പോലും ഇല്ല. ചോക്ലേറ്റ് എടുക്ക, അത് കൊടുക്കവാ? താ. നല്ല മധുരം. இது வந்து நான் வந்து என்னோட பேஷண்ட்ஸ்க்கு கொடுக்கிற சாக்லேட். அவங்க வந்து பயந்து வருவாங்க இல்லையா? എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ ആണോ? இல்ல ഫ്രഷ്. നേത്തിക്ക് വാങ്ങി വെച്ചത്. ഓ, ഇതപ്പോ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നതാണല്ലേ ഇത്? ஸ்டாக் வைக்கணும் இல்லையா? குழந்தைகள் எல்லாம் நிறைய, அன்னைக்கு சூர்யா கூட வந்தானே, அவனுக்கெல்லாம் 10 சாக்லேட்ஸ் தான் கொடுப்பேன். ഓ, സൂര്യ കൊച്ചി ഇറക്കന്റെ കാര്യല്ലേ? ഓക്കെ മനസ്സിലായി. അത് എൻ കൂടെ தான் இருந்தது இந்த கேஸ் நடக்கும்போது. ഓ, മനസ്സിലായി. കേസ് തെളിഞ്ഞ് കേസേറ്റ് ചന്ദ്രനേറ്റ് ലാസ്റ്റ്. ഓ, സൂപ്പർ. കോടതിയിലെ തെളിവോടെ പിടിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പയ്യനെ ഏറ്റം കെടുത്ത്. എന്തായാലും പിടിക്കുമെന്ന് അറിഞ്ഞേട്ടാ. അപ്പൊ പിന്നെ അളിയൻ ഒരു സാഡ് ബിജിഎം ഒക്കെ കയറ്റി നൈസായിട്ട്. இல்ல, அவரு ஏதோ இக்னோர் பண்றாரு, குழந்தைய பாத்துக்கிறது இல்ல அப்படின்னா சொல்லி சூர்யா கால் பண்ணி. അത് കേസ് ക്ലോസ് ചെയ്യാൻ എന്തെങ്കിലും അളവ് കാണിക്കണ്ടേ? ഇല്ല, ഐസായിട്ട് അളിയൻ നേരെ വന്നിട്ട് 2 സാഡ് ബിജിഎം ഒക്കെ ഇടിപ്പിച്ച്, എന്നിട്ട് നമ്മുടെ ഒരു പയ്യനെ വിളിച്ച് കൂട്ടത്തിൽ അടുത്ത് നിന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് സാഡ് ബിജിഎം ഒക്കെ പ്ലേ ചെയ്ത്, നീ ഇന്ന് തൊട്ട് എന്റെ മോനാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് 35 അച്ഛന്മാരുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അതായത് TV-യിൽ എല്ലാവരും കൂടെ കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ ഒഴിച്ച് ബാക്കി 34 അച്ഛന്മാരെന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും ആവണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി. എന്നിട്ട് സാഡ് ബിജിഎം വിട്ട് വലിച്ചു കയറിയതാണ്. ഇപ്പൊ ആ ചെറുക്കനെ നോക്കണത് പോലും ഇല്ല അവൻ. അതെ, അവൻ കള്ള. ഇവന്മാരല്ലേ ഫ്രോഡ്, വെറും ഫ്രോഡുകളാണ് മൊത്തം. ഫ്രോഡ്. இப்ப யார நம்பணும்? சந்திரனா, ஸ்டீவா, ஸ்னைப்பா, சரக்கண்ணனா, நீங்களா, பாபுவா? நான் யார நம்பணும்? ആരെ നമ്പിയാലും ബാബുവിനെ നമ്പരുത്. ഗുരുപ്രഭാർ ബ്രോ, താങ്ക് യു സോ മച്ച്. 10 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗൈസ്, മെമ്പർഷിപ്പ് എടുക്കാതൊക്കെ മെമ്പർഷിപ്പ് എടുക്കണേ. அது മാത്രം. இப்ப என்ன பண்ணறது? அவங்க வந்து கால் பண்ணி கேட்பாங்களே. எனக்கு மெசேஜ் வந்தது பாபுவோட. நான் சொன்னேன் உங்க கூட தான் കാര്യം மட்டும் ചെയ്താ മതി. ആവണി പ്രപ്പോസ് ചെയ്താൽ സ്ട്രെയിറ്റ് ഫേസാ പറഞ്ഞിട്, ഉനക്ക് വേറെ പുരുഷർക്ക് എനിക്ക് ഇതിൽ താല്പര്യമില്ല, ബി ഫ്രണ്ട്സ്, അതുക്ക് ഞാൻ റെഡി എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അവന്റെ പ്രശ്നം. പോയി நான் எப்படி போய் சொல்றது? எனக்கு புருஷன் இல்லையே. അവണി എനിക്ക് മനസ്സിലായി. അവനെ പോലെ നല്ലൊരു കുട്ടിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല, പുരുഷനില്ല എന്നുള്ള രീതിയിൽ കള്ളം പറയാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കാര്യം ഇതിനു വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ഐ ലവ് യു. അക്സെപ്റ്റ് ചെയ്തിട്ട് പുരുഷനുണ്ടെന്ന് പറഞ്ഞുതരാം. വയ്യ എനിക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ വയ്യ. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ ആവണി? എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇതൊക്കെ ഇവന്മാരുടെ കള്ളത്തരമാണ്. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ടോം അണ്ണനെ ഇങ്ങോട്ട് വന്ന് சொன்னாரு. சரக்கண்ணன், சாரி, வாசுண்ணாக்கு வந்து ടോം അണ്ണനാ? ടോം. ഓ, ഏത് ടോം? ADR ടോം അണ്ണ. ആ ടോം. അല്ല, ഞാൻ കള്ളത്തരം പറയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനാണ് ഉദ്ദേശിച്ചുള്ളൂ. നീ കൂടുതലൊന്നും ഉദ്ദേശിച്ചില്ല, മനസ്സിലായോ? അല്ല, ഞാൻ അവരോട് കള്ളം പറഞ്ഞോളാം നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന്. അങ്ങനെ പറഞ്ഞാൽ എല്ലാം വാസു അണ്ണൻ കിട്ട കേള് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം ബാക്കി. അത്രേ ഉള്ള ആവണി. ഇനിയെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരുടെ അടുത്തൊന്നും രക്ഷിക്കാൻ ഞാൻ ഉണ്ടാവൂല കേട്ടാ. എനിക്ക് ഇവനെ എനിക്ക് കള്ളനാണെന്ന് ജന്മനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. ഇനി കുട്ടി എന്തെങ്കിലും ട്രാപ്പിൽ പോയി വീണാൽ എനിക്ക് എപ്പോഴും രക്ഷിക്കാൻ പറ്റണമെന്നില്ല, മനസ്സിലായോ? இல்ல, நான் வந்து ஆக்சுவலி எனக்கு என்னோட ஜாப் தான் முக்கியம். நான் வந்து இப்ப யாரோட கூட ஒரு லைஃப்ல கமிட்மெண்ட் எனக்கு வேணாம். ஓ, சத்தியம். எனக்கு வந்து என் ஜாப் இருக்கு, என் ஃப்ரெண்ட் சர்க்கிள் இருக்காங்க, அதுவே என்ன சொல்றது, அதுவே போதும். அதுதான் நல்லது. அதுதான் ஃப்ரீடம். ஃப்ரீடத்துக்கு இல்லாம இப்ப எப்படி சொல்லுவோம்?
இப்ப நம்ம கமிட்மெண்ட்ல போனோம்னு வச்சுக்கோங்களேன், அந்த அந்த ஒரு இவங்களதான் பாத்துக்கணும், நம்ம எப்பவாவது ஃப்ரீ ஆனா இவங்க கூட தான் நடக்கணும், இவங்க கூட தான் கால் பண்ணணும். அதான் ரொம்ப எனக்கு முடியவே முடியாது. நான் வந்து ஒரு என்ன சொல்றது, இன்ட்ரோவர்ட்டா இருந்தா கூட எனக்கு அந்த ഒരു ഫ്രീഡം വേണം. എന്തായാലും അത് നല്ല കാര്യം. അത് അങ്ങനെ തന്നെ പോട്ടെ മുമ്പോട്ട്. അത് അത്രയും അടിപൊളിയായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകണം. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ കൊണ്ടുപോകണം. അത് ലൈഫ് ആവുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അതാണ് നല്ലത്. ഞാനും അതുകൊണ്ടല്ലേ സിംഗിൾ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. കാശുക്കെല്ലാം പ്രശ്നമേ கிடையாது. I have a lot of money. മനസ്സിലായി. It's just that அந்த ஒரு ஃப்ரெண்ட்ஷிப் இருக்கும். அதுக்கு மேல எனக்கு வேற எதுவுமே வேணாம். എനിക്കും അതുതാ. ബാങ്ക് ബാലൻസ് വന്ന് 1000 CR 2000 CR, ബട്ട് I don't want to make money. அவ்வளவுலாம் என்கிட்ட இல்ல. ഞാൻ 15 CR இருக்கு. அதுவே it's okay, I'm fine with that. ഓക്കെ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദിസ് ഈസ് ഫൈൻ. ഇങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് നല്ലത്. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മതി. അതിൽ കൂടുതൽ ഒന്നും വേണ്ട എനിക്ക്. കാരണം ഇനി അവൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തൊലയാൻ ഞാൻ സമ്മതിക്കൂല. I understand. Thank you so much for letting me know. நான் வந்து அத அப்படி ஹேண்டில் பண்ணிக்கிறேன். ஏதாவது பிரச்சனைனா நான் உங்ககிட்ட வந்து பேச சொல்றேன். ഷുവർ. നൈസായിട്ട് മുഞ്ചി. എടാ എനിക്ക് സെറ്റ് ആവണ്ട, പക്ഷെ അവനെ സെറ്റ് ആവരുത്. அவங்க வந்து என்னோட நல்ல ஒரு friend மாதிரி தான் நான் அவங்கள பார்க்கறேன். For sure. இந்த மாதிரி അവനിയുടെ നമ്പർ കൊട്. I will share my number. Avani here. You got it? இல்ல கிடைக்கல. இருங்க. நான் வந்து இப்பவுமே இதுல தான் இருக்கு. இப்போ கொடுங்க. One second. I sent. You got it? கிடைச்சு. Okay. Share your number. என்ன சொல்றது, சரக்கானாவை பார்த்தா ஃபுல் உங்களுக்கு லக்க மட்டும்தான். Share your number. തന്നില്ലടാ എനിക്ക് തിരിച്ച്. കൊടുത്തേ. ഇല്ല കടത്തില്ല. എനി മെഡിക്കൽ ഇഷ്യൂ ഡ്യൂറിംഗ് ലൈവ് ഞാൻ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ അടൂരിലുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആണ്. റെഗുലർ വിട്ടാൽ മതി. ഞാൻ മെഡിസിൻ ഞാൻ കൊടുത്തു വിട്ടേക്കാം. ഗുരുപ്രഭാകർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 200. അപ്പൊ ലൈവില് ഞാൻ മറ്റേ വീഴുമെന്നാണ് ബ്രോ പറയണത്. ഞാൻ 1 സെക്കൻഡ്. ഫ്ലൈറ്റ് മോഡ് ആണെന്ന് തോന്നുന്നു. എന്റെ ഇത് ഫ്ലൈറ്റ് മോഡാണ്. ഫ്ലൈറ്റ് മോഡിൽ നമ്പർ വരാതെ. ഫ്ലൈറ്റ് മോഡ് മാറ്റി. നമ്പർ വന്നിച്ച്. ഈവൻ എടാ ഞാൻ ഒരു കാര്യം പറയാം സരക്കെ. എടാ ബാബു ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ നിൽക്കുവോ ഇല്ലയോ? നീ തന്നെ പറ. നീയും കൂടെ ഇങ്ങനെ പറയല്ല. ഞാനേ നിൽക്കൂല. പിന്നെയാണ് എടാ അങ്ങനല്ലടാ ഞാൻ പറഞ്ഞേ. എന്റെ അടുത്ത് മര്യാദയ്ക്ക് വന്ന് പറയുക. അല്ലല്ല, എന്റെ അടുത്ത് മര്യാദയ്ക്ക് വന്ന് പറയുക എനിക്ക് അവളെ ഇഷ്ടമാണ്, സെറ്റാക്കിയത്. അങ്ങനാണെങ്കിൽ ഓക്കെ. ഇത് അതല്ലടാ. നമ്മളെ പറ്റി കുശുമ്പും കുന്നായ്മയും അണ്ടിത്തരോ എല്ലാം പോയി പറയും. ആവണിയുടെ അടുത്ത് പറയാണ് ഞാൻ പെണ്ണുപിടിയനാണ്, ഞാൻ മറ്റേ കൊലപാതകയാണ്, പെണ്ണുങ്ങളെ കണ്ട കൊന്നുകളയും. ഇങ്ങനെയൊക്കെയാണ് പോയി പറയുന്നത്. നീ തന്നെ ആലോചിച്ച് നോക്കിയേ. എടാ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് പറ. എന്റെ വക ചെറിയൊരു സൂപ്പർ ചാറ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക് 24 hours stream and stay ടാക്സ് ബ്രോ. താങ്ക് യു സോ മച്ച് 8017. അർജുൻ കൃഷ്ണ ബ്രോ താങ്ക് യു സോ മച്ച് 40. എടാ ഇല്ലടാ, അതാണടാ എനിക്ക് ഫീൽ ബാഡ് ആവുന്നത്. എല്ലാ അവന്മാരുടെ അടുത്തും പോയിട്ട് ഈ പറയണത് പോലെ ഇങ്ങനെ ഇത് എല്ലാ അവളുമാരുടെ അടുത്തും എന്നെ പറ്റി ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി വെക്കും. ഞാൻ ചെന്ന് ചോദിക്കാൻ നേരം അവളുമാരൊക്കെ എൻ്റെ അടുത്ത് എന്നെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കത് കാണുമ്പോ അങ്ങ് ദേഷ്യം വരും അളിയാ. എനിക്കങ്ങ് ഇപ്പൊ എന്താണ് ഞാൻ പറയാം, വാസുവിന്റെ പ്രശ്നം അതല്ല. വാസുവിന് ഒരു പെണ്ണില്ല, അതാ ബാബുവിന് ഒരു പെണ്ണ് സെറ്റ് ആവൂ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് എന്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ആ ഒരു ഈഗോ ഉള്ളിൽ എന്റെ മനസ്സിൽ ആ ഒരു ഈഗോ ഉണ്ട് സരക്കെ. എനിക്ക് പെണ്ണ് സെറ്റ് ആവും, അത് അവന് സെറ്റായിട്ട് എന്റെ മുന്നിൽ കൂടെ വിലസി നടക്കുന്ന കണ്ട ആ പൊണ്ടച്ചിയുടെ സാധനം പിടിച്ച് ഞെവിടും ഞാൻ. ഒരു സംശയമില്ല. നമ്മള് MGRP കാലഘട്ടത്തിലൊക്കെ 2-3 പേരെയൊക്കെ മാനേജ് ചെയ്തിടുന്ന വാസ്തവാണ്. ഇപ്പൊ തോളിക്കൈടാൻ പോലും ഒരു പെണ്ണില്ല. ഇങ്ങനെ വിഷമിപ്പിക്കലടാ എന്നെ. ഇല്ല സെറ്റാവും. ഇന്ന് നമ്മള് സെറ്റാക്കും. അതിനാണ് ഇന്ന് ഞാൻ വന്നത്. വിളിക്കട്ടെ ആദ്യം എനിക്ക് ഡ്രസ് ഒന്ന് മാറണം. ഷാൻ ബ്രോ താങ്ക് യു സോ മച്ച് 36.99. ഓൾ ദി ബെസ്റ്റ് മച്ചാനെ. താങ്ക് യു സോ മച്ച് ഷാൻ ബ്രോ. ബാഡി അഡ്മിൻസ് വാ
നമുക്ക് നടക്കാം, നമുക്ക് പയ്യെ നടക്കാം, വാ നടക്കാം. ആവണി പൊന്നു ഞാലടിക്കാം നിന്നെ ഞാൻ ആവണി ദേ ഹെൽഫെയറിലെ അപ്പാപ്പൻ. ഹലോ ഒരു വണ്ടി ഹലോ തരാൻ പറ്റുമോ? ഹലോ ബാബു, എത്ര നേരോട്ട് വിളിക്കുവാടാ? എവിടെ? എന്നോട് ഇത് വേണ്ടായിരുന്നു മള്ളി. എന്താണ്? 1 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുവാണ്. എടാ സിറ്റി ഏതോ പുണ്ടച്ച് ഡീഡോസ് അടിച്ച് കളഞ്ഞ് ഞാനിപ്പോ റീകണക്ട് ആയി വന്നതേ ഉള്ളൂ. അല്ല, അതിന് മുന്നേ മള്ളി റീകണക്ട് ആക്കിയിട്ട് ദാ വരുന്നെന്ന് പറഞ്ഞു പോയി. ഞാൻ 1 മണിക്കൂർ നിന്നിവിടെ. ഞാൻ അന്നേരം തൊട്ടേ റീകണക്ട് ചെയ്യുവാ. ഓ അങ്ങനെ. ഓ മള്ളി കേറാൻ പറ്റിയില്ല അപ്പൊ ഇതുവരെ? ഇല്ല, ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. ജസ്റ്റ് നോ ഓക്കേ. കേറി. പണ്ടത്തെ പോലെ ബാബു, ഞാൻ സിറ്റി കേറിയപ്പോ ആദ്യത്തെ കോള് നിന്റെ. ആ മള്ളി നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ മള്ളി? സത്യടാ, അത് വേറെ ആർക്കും ഇല്ലടാ. അത് ആ ഒരു സ്നേഹം എന്തായാലും പറഞ്ഞ വേറെ ആർക്കും ഇല്ല. മള്ളി താങ്ക് യു മള്ളി. പണ്ട് കുടുംബന്മാര് വിളിക്കാറിയത് മള്ളി. സിറ്റി കയറി ഫസ്റ്റ് വിളിക്കുന്ന 50,000 60,000 പൈസ അല്ല മള്ളി. എനിക്ക് സ്നേഹബന്ധമാണ് വലുത്. അത് എന്നും നിനക്ക് നിന്റെ അടുത്ത് എനിക്ക് ഉണ്ടാവൂടാ. ഉറപ്പാണ്. അത് നിന്റെ അടുത്ത്. നീ എവിടെ ഉണ്ട്? ഞാൻ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി മള്ളി. ഇപ്പൊ ഞാൻ ആ ഡീലർഷിപ്പിൽ മുറുക്ക് വന്നോണ്ടിരിക്കണേ. ആണോ? ഞാൻ സരക്ക് ലൊക്കേഷൻ അയച്ചു. ഞാൻ സരക്കിനെ പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അണ്ണ ഉണ്ടാ സിറ്റിയിൽ? അപ്പൊ അണ്ണനും വിളിച്ചിട്ട് അണ്ണനും കുറെ അവോയ്ഡ് ആയി കളഞ്ഞു. ഇല്ല, അവനെ ഇപ്പൊ റീകണക്ട് ആയി വന്നതേ ഉള്ളൂ. ഓക്കെ. വരുന്നു. ശരി മള്ളി. എടാ ഇങ്ങനെ 2 കള്ളന്മാര്. എടാ ഞാന് ഞാൻ സരക്കിന്റെ അടുത്ത് വാസു എന്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുക എന്ന് പറ, പിക്ക് ചെയ്യാൻ. ഹലോ പറടാ. ഓ പറ. കള്ളൻ. പറഞ്ഞോ. ആവണി പൊന്നു ഞാലടിക്കാം നിന്നെ ഞാൻ ആയല്യം കാവിലെ ആവണി മോളെ പിച്ചകവാ. ഹലോ വാസു, ഞാൻ പറയുന്നത് വാസുവിന് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഹലോ ആവണിക്ക് കേൾക്കുന്നില്ല? ആവണി താപല താപരെ ആവണി ആവണി കേക്കണില്ല കേട്ടാ. ഇനി കുറച്ച് ഡോളേഴ്സ് ആവാം. യു ക്യാൻ ഡു ഇറ്റ് ദിലിൻ ബ്രോ. ലവ് ഫ്രം ഒമാൻ. താങ്ക് യു സോ മച്ച് ഫോർ ദി $9 ബ്രോ. ബാബു വിളിച്ചിട്ട് ബാബുവിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? ഇത് കണ്ട ബാക്കി കണ്ട ചോദിച്ച ഉടനെ സാധനം എത്തിയണ്ട. ഹേലിയാ? എടാ ഹേലി ഓടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓടിക്കാം. അണ്ണാ, നൗ യു ഹാവ് എനി പ്രോബ്ലം ഓഫ് കേവി? ഹെലി ഓടിക്കാൻ പഠിച്ചു. ഹെലി ഓടിക്കാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടാ. എടാ എനിക്ക് ഒരു സെക്കൻഡ്. എടാ കേരള വിഷനിൽ ഒരു ഫുണ്ട ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ ഒരു സെക്കൻഡ്. എന്റെ എടാ DK ഗെയിമിങ്. എടാ ബ്രോ, ഞാൻ ഒരു പറയണ കേക്ക്. എനിക്ക് 6000 ബിറ്റ് റേറ്റിൽ ഇത് സ്ട്രീം ചെയ്യാൻ വയ്യ. എനിക്ക് മിനിമം ഒരു 15,000 ബിറ്റ് റേറ്റിലെങ്കിലും സ്ട്രീം ചെയ്യണം. നീ വീട്ടിലോട്ട് വന്നാൽ ഞാൻ റൂം തുറന്നു തരാം. ഐ മീൻ ഗെയിമിംഗ് റൂം. നീ വന്ന് ഏതെങ്കിലുമൊക്കെ കുത്തി നോക്കിയിട്ട് ശരിയാക്കി തരാൻ പറ്റുമെങ്കിൽ ശരിയാക്കി താ. റിക്വസ്റ്റാ. ഈഗിൾ ബ്രോ, ഓൾ ദ ബെസ്റ്റ് ഫോർ 24 hour. H2 ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് 100 ബ്രോ. അങ്ങനല്ല ബ്രോ, എൻ്റെ ഏട്ടന് എന്തേലും ഉണ്ട് ഞാനുണ്ടാവും. ഓ ഗുരുപ്രഭാ ബ്രോ, താങ്ക് യു സോ മച്ച് 40. ജോൺ വാനായി ബ്രോ, താങ്ക് യു സോ മച്ച് 20. പറ സരക്കെ. ഓ ഒരു മിനിറ്റ് സരക്കെ. ഹലോ. Hey Pookie. Hey Hailey, how are you? Are you free? പിന്നെ ഞാൻ ഫ്രീ അല്ലാതിരിക്കും. ഇപ്പൊ ഫ്രീ അല്ലെങ്കിൽ തന്നെ ഹെയിലിക്ക് വേണ്ടിയാ ഫ്രീ ആവാം. Oh, that is fine. That is totally fine. Actually, I want to talk to you about the case. And okay, പറഞ്ഞോ. there is another case. So if you are free, just come to PD. We'll talk. Another case? Yes. മേഡം ഞാൻ വരാം. Okay. സരക്ക് പോയാ? ഇതേത് കേസ്? വല ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്.
ഹലോ എടാ സരക്കേ വെച്ചാ ആ എടാ അടുത്ത കേസെന്ന് എന്നെ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഹെയിലി മേഡം വിളിപ്പിച്ച് എന്തിന് കേസ് എന്തിന് കേസ് എന്താന്ന് പറഞ്ഞില്ല